ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പഴമയിലേക്ക് മടങ്ങിയാലോ? അതെ, നമ്മളിന്ന് പഴമയിലേക്ക് മടങ്ങാൻ പോവുകയാണ്. പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉമിക്കരിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം. നമുക്ക് ഉമിക്കരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉമിക്കരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉമിയാണ്. ഉമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നെല്ല് കുത്തിയിട്ട് മിച്ചം വരുന്ന വേസ്റ്റ് ആണ് ഉമി എന്ന് പറയുന്നത്. ഉമി അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഉമിക്കരി അരിച്ച് പല്ല് തേക്കാനും, അതുപോലെ തന്നെ ഈ ചട്ടിയൊക്കെ പുതിയ മൺചട്ടിയും മൺകലമൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ അത് മയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഉമി എന്ന് പറയുന്ന സാധനം. പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെ വീട്ടിൽ തന്നെ ഈ ഉമിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സാധനം കാണാൻ പോലും കിട്ടുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നെൽകൃഷിയും ഒക്കെ കുറഞ്ഞു വരികയല്ലേ, അപ്പം അതൊന്നും കിട്ടാനില്ല. അപ്പോൾ അടുത്ത ഐറ്റംസ് എന്ന് പറഞ്ഞത് നമ്മൾ കല്ലുപ്പ് പൊടിച്ചു വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതൊരു മൺചട്ടിയാണ്. മൺചട്ടി മാത്രമേ നമ്മൾ ഉമി കരിക്കാവുള്ളൂ. കാരണം ഉമിക്ക് ഭയങ്കര തീയാണ്, ഭയങ്കര താപമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഉമിയിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പൊക്കത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയും ചൂടാകട്ടെ, തീ നന്നായിട്ട് കത്തട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തീയൊക്കെ നന്നായിട്ട് കത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ഉമി എടുത്ത് ഈ ചട്ടിയിലേക്ക് ഇടാം. ഏതാണ്ട് അത് മതിയാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളോടുള്ളത് കുറ്റാടി ചേച്ചിയാണ്. പിന്നെ കുറ്റാടിച്ചിയുടെ മകളായ മറിയാമ്മയുണ്ട്, അതുപോലെ തന്നെ മനിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടിയാണ് ഇന്ന് ഉമിക്കരി ഉണ്ടാക്കുന്നത്. ഉമിക്ക് കുറേയേറെ ഉപയോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും നമ്മുടെ കൂടെയുള്ള കുറ്റാടി ചേച്ചി. കുറ്റാടി ചേച്ചി എന്തൊക്കെയാണ് ഉമിയുടെ ഉപയോഗങ്ങൾ പറയാം? ഉമി നമ്മൾ ആദ്യമായിട്ട് ഉമി ഉപയോഗിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത് പല്ല് തേക്കാനാണ്. ഉമി കരിച്ച് പല്ല് തേക്കുന്നത് നമ്മുടെ പല്ലിന് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. ഉമിയും കരിച്ച ഉമിയും ഉപ്പും ചേർക്കും. ഉപ്പും അതുപോലെ തന്നെ ഗ്രാമ്പൂ, നമ്മുടെ ഇടയിൽ ഇഷ്ടംപോലെയുള്ള നമ്മുടെ നാട്ടിൽ, അതും ഇടുക്കിയിൽ ഇഷ്ടംപോലെയുള്ള ഗ്രാമ്പൂ കൂടി പൊട്ടിയാണ് സാധാരണ നമ്മളുള്ള ആൾക്കാരെല്ലാം പല്ല് തേക്കുന്നത്. പല്ലിന് വളരെയധികം ബലം കിട്ടുകയും അതുപോലെ തന്നെ മോണവേദന, മോണപ്പഴുപ്പ്, പല്ലിൻ്റെ തോടുകൾ ഇതൊന്നും ഇല്ലാതാക്കാനാണ് നമ്മൾ സാധാരണയായി ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കുറച്ച് അറിവുള്ളൊരു സാധനമാണ് ഉമിക്കരി എന്ന് പറയുന്നത്. വളരെയധികം ഗുണമുള്ള സാധനമാണ്. അതായത് ഉമി കൊണ്ടുള്ള ഉപയോഗങ്ങൾ, നമ്മൾ സ്വർണ്ണം ഒലയിൽ സ്വർണ്ണം ശുദ്ധി ചെയ്യാനായിട്ട് ഉമ്മിയുടെ കരിയാണ് ഉപയോഗിക്കുന്നത്. ഉമ്മിക്കരി എന്ന് പറയുന്നത് വളരെയധികം വളരെ ചൂടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് സ്വർണ്ണ ശുദ്ധി ചെയ്യാനായിട്ട് ഉമ്മി ഉപയോഗിക്കുന്നത്. അവർ ഉമിക്ക് ഭയങ്കര ചൂടാണ്, അടുത്ത് പോലും ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. നമ്മുടെ ഉമി കണ്ട് കരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി തീ പകരാം. ഇതിലോട്ട് തീ പകരുകയാണ്. അടിപൊളിയാണ്. കത്തി പിടിച്ചിട്ടുണ്ട്. കത്തി പിടിച്ച് നന്നായിട്ട് നീറി മൊത്തം കരിയാകണം.
അപ്പോൾ നമ്മുടെ ഉമിക്കരി ഏതാണ്ട് റെഡിയാകാറായിട്ടിരിക്കുകയാണ്. തീ കത്തി അവസാനം ഇത് കത്തി തീർന്ന് കെടാറായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് എടുത്ത് ചൂടാറിയിട്ട് ഇതിനധികം ഉപ്പ് പൊടിയും ഗ്രാമ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കും. ചൂടാറാൻ വേണ്ടി വെക്കുവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഉമിക്കരിയിലോട്ട് ഉപ്പിടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുരുമുളകും ഗ്രാമ്പും കൂടെ പൊടിച്ചത് ചേർക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ പല്ലിന് നല്ല സെറ്റപ്പാണ്. നമ്മുടെ പല്ല ക്ലീൻ ചെയ്യാനും അതുപോലെ നല്ല വെളുമയൊക്കെ കിട്ടാനും ഈ സാധനം വളരെ നല്ലതാണ്. ഇന്നത്തെ തലമുറ ഈ ഉമ്മിക്കരി കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതുപോലെയാണ് ഉമ്മിക്കരിയൊക്കെ. മനുഷ്യന്റെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാത്ത ഒരു സംഭവമാണ് നമ്മുടെ ദന്ത സംരക്ഷണം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉമ്മിക്കരി വെച്ചൊക്കെയാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഉമ്മിക്കരി എന്താണെന്നോ അതിന്റെ ഉപയോഗം എന്താണെന്നോ പോലും അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പേസ്റ്റുകളും പല കമ്പനിയുടെ ടൂത്ത് പേസ്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഒരു ഉമ്മിക്കരിയും അതുപോലെ പൽപ്പൊടികളും മാവിലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളോ പല്ലിന്റെ ആരോഗ്യ പ്രശ്നങ്ങളോ ഇന്നുള്ള പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മളെപ്പോഴും നാച്ചുറലായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്. അപ്പം ഇപ്പോഴും പഴയ കാലത്തിലേക്ക് നമ്മൾ ഒരുപാട് ആൾക്കാർ തിരിച്ചു പോകാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം തന്നെ ഒരുപാട് പേർക്ക് പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ നമ്മളതുപോലെ അത് തന്നെ പിന്നെയും ഫോളോ ചെയ്യാൻ നോക്കും. അതിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഉപകാരങ്ങളില്ലാതെ നമ്മൾ വെറുതെ ഒരു നേരമ്പോക്കിനോ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്നതല്ല ഈ കാര്യങ്ങളൊന്നും. ഉപകാരങ്ങളുണ്ട്. അതായത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് ഇപ്പോഴത്തെ തലമുറ ഇപ്പം തന്നെ ഈ പല്ലിൻ്റെ ആരോഗ്യ കേന്ദ്രങ്ങളും അതുപോലെ ഹോസ്പിറ്റലുകളും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കൂടുതലായിട്ടും ഈ ഉമ്മിക്കരിയും നമ്മുടെ അമ്മ വീട്ടിലൊക്കെ പോകുമ്പോഴായാലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഉമ്മിക്കരികളൊക്കെ ആയിരിക്കും. ഈ പേസ്റ്റൊക്കെ ഈയിടെ ആയിട്ടാണ്, കുറച്ച് നാളെ ആയിട്ടുള്ളൂ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം കൂടുതൽ വന്നിട്ട്. അതുപോലെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിന് ദോഷമല്ലാതെ ഗുണമുണ്ടായിട്ട് എനിക്ക് വരെ തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. പേസ്റ്റ് എടുത്ത് വെക്കുക, ഇതുപോലെ ആരും മെനക്കെടു. അതെ, ഇന്നത്തെ കാലത്ത് മെനക്കെടുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്. നമുക്ക് പഴമയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പഴയ കാര്യങ്ങൾ, അതായത് ഉമ്മിക്കരി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പല്ലിനെ സംരക്ഷിക്കുകയും നമ്മുടെ ആശുപത്രി ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.